മാനസികമായിട്ടുള്ള അല്ല ശരിക്കുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സ്നേഹമാണ്. അത് തെരഞ്ഞെടുപ്പൊക്കെയാണ്. കർത്താവാണ് തെരഞ്ഞെടുപ്പ്. അവിടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സ്ത്രീക അതൊക്കെ ഒരുമിച്ചോടെ 6-ാം തീയതി 6-ാം തീയതി 1-ാം വചനത്തിൽ കുട്ടികളോട് പറയുന്നുണ്ട് എങ്ങനെയാണ് അനുസരിക്കേണ്ടത്. ചുമ്മാ മാതാപിതാക്കളെ അനുസരിച്ചാൽ മതിയോ? വെറുതെ അനുസരിച്ചാൽ മതിയോ? അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതിനെന്താ പറയുന്നത്? കുട്ടികളെ നിങ്ങൾ കർത്താവിൽ മാതാപിതാക്കളെ അനുസരിക്കുകയും കർത്താവില്ലാതെ അനുസരണം ഒന്നുമില്ല, ശുഷ്കമാണ്. വലിയ ഗുണമൊന്നുമില്ല, സുഖമൊന്നുമില്ല. അതിനകത്ത് കർത്താവ് കടന്നു വരുമ്പോഴാണ് അത് സുഖമായി മാറുന്നത്. കർത്താവ് കടന്നു വരുമ്പോൾ ആ അനുസരണം മനോഹരമായ പ്രാർത്ഥനയായിട്ട് മാറുകയാണ്. കർത്താവിൽ അനുസരിക്കുമ്പോൾ അത് മനോഹരമായ വലിയായിട്ട് മാറുകയാണ്. അപ്പൊ ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കുടുംബജീവിതത്തിൽ തിരുക്കുടുംബത്തിൽ സക്രാരിയായിട്ട് കർത്താവ് കടന്നു വരണമെങ്കിൽ ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ട് എനിക്ക് ഈ തിരിച്ചറിവുണ്ടാകണം. കുട്ടികളെ നിങ്ങൾ വെറുതെ മാതാപിതാക്കളെ അനുസരിച്ചിട്ട് കാര്യമില്ല, മറിച്ച് കർത്താവിന്റെ പ്രതിനിധികളായിട്ട് കർത്താവ് തിരഞ്ഞെടുത്ത് തന്നതാണ്. അപ്പനും അമ്മയായിട്ട് എന്റെ ദൈവം തിരഞ്ഞെടുത്ത് തന്നതാണ് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ അനുസരിക്കുമ്പോൾ അനുസരണത്തിൽ സുഹൃതമുണ്ട്. അത് എന്നെ സക്രാരിയായിട്ട് എന്റെ കുടുംബത്തെ അലങ്കരിക്കുന്ന തിരിയും മനോഹരമായ റോസ പുഷ്പങ്ങളും ഒക്കെ ആയിട്ട് അത് മാറും. എന്റെ കുടുംബം മാറും. ആ തിരുക്കുടുംബത്തിൽ ദൈവം വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ തിരുക്കുടുംബത്തിന്റെ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എങ്കിലേ നമ്മുടെ കുടുംബങ്ങള് വലിയ ഡെലിവറൻസിന്റെ വിടുതൽ നൽകുന്ന വലിയ മേഖലകളായിട്ട് കർത്താവ് ഉയർത്തും. ഏറ്റവും വലിയ വിടുതൽ നടക്കേണ്ട കുടുംബത്തിലാണ്. ഈശോ ഏറ്റവും കൂടുതൽ കൈവച്ചിരിക്കുന്ന മേഖല എവിടെയാണ്? കുടുംബമാണ്. ദമ്പതികൾ തമ്മിൽ എങ്ങനെയെങ്കിലും അവരെ നോക്കാനായിട്ട് ഡൈവോഴ്സുകൾ വരുന്നുണ്ട്. അവരുടെ വലിയ പ്രവർത്തനങ്ങൾ അതൊക്കെയാണ് നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഡെലിവറൻസ് കുടുംബത്തിൽ നടക്കണമെങ്കിൽ അതിന്റെ ഏറ്റവും കോറായിട്ട് കുടുംബത്തിൽ എവിടെയാണ് ഡെലിവറൻസ് നടക്കേണ്ടത്? ഡെലിവറൻസ് വിടുതൽ എവിടെയാണ് നടക്കേണ്ടത്? കുടുംബത്തിൽ എവിടെയാണ് നടക്കേണ്ടത്? ആര് തമ്മിലാണ് നടക്കേണ്ടത്? ഭാര്യയും ഭർത്താവും തമ്മിൽ. അവൻ അവിടെയാണ് കൈവച്ചിരിക്കുന്നത്. അവന് ആ